ചെറു പാർട്ടികളുമായുള്ള കൂട്ടുകെട്ട് ഇന്ത്യ മുന്നണിക്ക് രാജസ്ഥാനിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ. ഷെഖാവതി ഗംഗാനഗർ മേഖലയിലാണ് സഖ്യം കൂടുതൽ ഗുണം ചെയ്യുക. ഈ മേഖലയിലെ 5 സീറ്റുകളിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. എന്തായാലും നമുക്ക് വിവരങ്ങൾ നേരിട്ട് തന്നെ അറിയാം. മുഹമ്മദ് നൌഫലുണ്ട് ജയ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. നൌഫൽ, നമ്മൾ നേരത്തെ ടിക്കാറാം മീണയുടേതടക്കമുള്ള പ്രതീക്ഷകൾ കേട്ടിരുന്നു. രാജസ്ഥാനിൽ 10 സീറ്റ് വരെ കോൺഗ്രസ് ഇത്തവണ നേടുമെന്നുള്ള പ്രതീക്ഷകൾ. ഈ പ്രതീക്ഷകൾക്കൊക്കെ ആക്കം കൂട്ടുന്നത് ചെറിയ ചെറിയ പ്രാദേശിക കക്ഷികളുമായി കോൺഗ്രസ് ഉണ്ടാക്കിയ കൂട്ടുകെട്ടാണോ? എങ്ങനെയാണ് ഒരു വിജയ സാധ്യതയെ വിലയിരുത്തുന്നത്? ഒപ്പം തന്നെ പ്രാദേശിക തലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം എങ്ങനെ പുരോഗമിക്കുന്നു? ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചെറു പാർട്ടികളുമായുള്ള സഖ്യം ഇത്തവണ കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം സാധാരണ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. അത് ലോക്സഭയിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും രാജസ്ഥാനിൽ ഒറ്റയ്ക്ക് മത്സരിക്കുക, വിജയം നേടുക അല്ലെങ്കിൽ പരാജയപ്പെടുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ രീതി. പക്ഷേ ഇത്തവണ അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവർ ഇത്തവണ സഖ്യത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഏറെ വിട്ടുവീഴ്ചകൾക്കും തയ്യാറായിരിക്കുന്നു. ഇന്നലെ ഏറ്റവും ഒടുവിൽ ഭാരതീയ ആദിവാസി പാർട്ടിക്ക് വേണ്ടി സ്വന്തം സീറ്റ് ഒഴിഞ്ഞുകൊടുത്ത് അങ്ങനെ കോൺഗ്രസ് വിട്ടുവീഴ്ച കാണിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ CPM ഒരു സീറ്റ്, രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടിക്ക് ഒരു സീറ്റ്, BJPക്ക് ഒരു സീറ്റ്, അങ്ങനെ 3 സീറ്റുകൾ ഇങ്ങനെ കോൺഗ്രസ് വിട്ടു നൽകിയിരിക്കുന്നു. അങ്ങനെ സഖ്യത്തിൽ മത്സരിക്കുന്നു. ഇതിൽ 2 സീറ്റുകൾ CPMൻ്റെയും ലോക് താന്ത്രിക് പാർട്ടിയുടെയും സീറ്റുകൾ ഉൾക്കൊള്ളുന്ന മേഖലയാണ് ഷെഖാവതി ഗംഗാനഗർ മേഖല. ഈ മേഖലയിൽ നല്ല സ്വാധീനം ഈ പാർട്ടികൾക്കുണ്ട്. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകൾ ഒന്ന് ചുരു, മറ്റൊന്ന് ജുൻജുൻ, ഒന്ന് സിക്കർ, അവിടെയാണ് CPM മത്സരിക്കുന്നത്. മറ്റൊന്ന് നാഗോർ, ഗംഗാനഗർ, ബിക്കാനീർ. നാഗൂറിലാണ് RLP മത്സരിക്കുന്നത്. അങ്ങനെ ഈ 2 സീറ്റുകളിലും കടുത്ത മത്സരം കാഴ്ചവെക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സമീപത്ത് കിടക്കുന്ന മറ്റ് മണ്ഡലങ്ങളിലും മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നണിയിലുള്ളത്. നമുക്കറിയാം CPM ഇവിടെ ജയിക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ തന്നെയും കൃത്യമായ വോട്ട് ഉറപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായി 4 ലക്ഷത്തോളം വോട്ട് സമാഹരിക്കാൻ CPMന് ആയിട്ടുണ്ട്. അതായത് ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായി CPM അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ഈ മുന്നണിക്ക് ഗുണം ചെയ്യും. അതോടൊപ്പം തന്നെ RLPയും ശക്തമായ പാർട്ടിയാണ്. നേരത്തെ അവർ NDAക്കൊപ്പം നിന്നിരുന്നു. അവർ ഇപ്പോൾ ഇന്ത്യ മുന്നണിക്കൊപ്പമാണ്. അവർക്കും ശക്തമായ സ്വാധീനം ഈ മേഖലയിലുണ്ട് എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെയാണ് ഈ മേഖലയിൽ അല്ലാതെ ബാനസുര എന്ന് പറയുന്നത് മറ്റു മധ്യപ്രദേശിൻ്റെ ഭാഗത്ത് കിടക്കുന്ന മണ്ഡലത്ത് ഈ ആദിവാസി മേഖലയാണ്. അവിടെ ഈ ഭാരതീയ ആദിവാസി പാർട്ടി ഏറ്റവും സമീപകാലത്ത് രൂപീകരിക്കപ്പെട്ട ഒരു പാർട്ടിയാണ്. പക്ഷേ അവർക്ക് വലിയ സ്വാധീനം അവിടെയുണ്ട്. അതും ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. അതായത് 25-ൽ 25 നേടുമെന്നുള്ള അവകാശവാദമാണ് BJP ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ അവകാശവാദം കൊള്ളയാണ്. ആ അവകാശവാദം നടക്കില്ല. 5 സീറ്റിലധികം ഇന്ത്യ മുന്നണിക്ക് നേടാൻ കഴിയുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ എല്ലാം പങ്കുവെക്കുന്നത്.